4ൽ ആരംഭിക്കുന്ന രണ്ടക്ക സംഖ്യകളുടെയും 7ൽ ആരംഭിക്കുന്ന രണ്ടക്ക സംഖ്യകളുടെയും തുകകൾ തമ്മിലുള്ള വ്യത്യാസം കാണുക. 4ൽ ആരംഭിക്കുന്ന രണ്ടക്ക സംഖ്യകൾ എന്ന് പറയുമ്പോൾ 40, 41, 42 അങ്ങനെ 49 വരെ. 49 വരെ 4ൽ ആരംഭിക്കുന്ന രണ്ടക്ക സംഖ്യകൾ 40, 41, 42 അങ്ങനെ 49 വരെ. ആ സംഖ്യകളുടെ തുക കാണണം. 4ൽ ആരംഭിക്കുന്ന രണ്ടക്ക സംഖ്യകളുടെ തുക കാണണം. ഇത് കൂട്ടണം. 40 + 41 + 42 + എക്സെട്ര + 49. ഇതെങ്ങനെ? ഇത് സമാന്തര ശ്രേണിയാണ്. എണ്ണൽ സംഖ്യകൾ സമാന്തര ശ്രേണിയാണ്. തുക കാണാൻ നമുക്ക് n/2 × ആദ്യ പദം + അവസാന പദം. അപ്പം n അറിയണം, എത്ര എണ്ണം. ഇതിൽ എത്ര എണ്ണം? 40 മുതൽക്ക് 49 വരെ 10 എണ്ണ ഉള്ളത്. 40 മുതൽക്ക് 49 വരെ 10. അപ്പം n = 10. ഇനി ആ സൂത്രവാക്യത്തിൽ തുക കാണാൻ സൂത്രവാക്യത്തിൽ വില കൊടുക്കുക. n/2 × ആദ്യ പദം + അവസാന പദം. വില കൊടുക്കുമ്പോൾ 10/2 × ആദ്യ പദം 40 + അവസാന പദം 49. 10/2 5 × ഇത് കൂട്ടുമ്പോൾ 89 ഗുണിക്കുക. 5 45 ശിഷ്ടം 4 8 44 44 445. ഇതുപോലെ 7ൽ ആരംഭിക്കുന്ന രണ്ടക്ക സംഖ്യകളുടെ തുക. 7ൽ ആരംഭിക്കുന്ന രണ്ടക്ക സംഖ്യകൾ 70 + 71 + 72 + എക്സെട്ര അങ്ങനെ 79 വരെ. അവിടെയും 70 മുതൽ 79 വരെ പറഞ്ഞാൽ n 10 തന്നെയാണ് വരിക. n = 10. നമുക്ക് ഈ സൂത്രവാക്യത്തിൽ വില കൊടുക്കാം. തുക കാണാൻ ഇതേ സൂത്രവാക്യം n/2. അപ്പം എന്ത് വരും? 10/2 × ആദ്യ പദം 70 + അവസാന പദം 79. 10/2 5 × ഇത് കൂട്ടുമ്പോൾ 149 ഗുണിക്കുക. 5 45 ശിഷ്ടം 4 4 24 24 ശിഷ്ടം 2 5 2 7. നമ്മൾ 4ൽ ആരംഭിക്കുന്ന രണ്ടക്ക സംഖ്യകളുടെ തുക കണ്ടു. 7ൽ ആരംഭിക്കുന്ന രണ്ടക്ക സംഖ്യകളുടെ തുക കണ്ടു. ഇത് തമ്മിലുള്ള വ്യത്യാസം കാണണം. ഇത് തമ്മിൽ കുറയ്ക്കുക, വലുതെന്ന് ചെറുത്. അപ്പോൾ 745 445 കുറയ്ക്കുക. 003. ഉത്തരം 300.